ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിലൂടെ ഒരുപാട് ഫയലുകൾ മറ്റുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ പല ആവശ്യത്തിനായിട്ട് പല ഫയലുകൾ, പല ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇൻ്റർനെറ്റിലൂടെ അയച്ചു കൊടുക്കാറുണ്ട്. അതിൽ ഇമേജസ് ഉണ്ടാവും, ഓഡിയോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, പല തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഫയലുകൾ അയക്കുന്ന സമയത്ത് ഈ ഫയലുകളുടെ ക്വാളിറ്റി വളരെ വലിയൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ വാട്സപ്പിലൂടെ അയക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ വാട്സപ്പ് കംപ്രസ് ചെയ്തിട്ട് വളരെ ലോ ക്വാളിറ്റിയിലായിരിക്കും അത് റിസീവ് ചെയ്യുന്നവർക്ക് കിട്ടുക. അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു എഡിറ്റ് ചെയ്യാനാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആ വീഡിയോ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് ക്ലാരിറ്റി കുറഞ്ഞ ഒരു സാധനമായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ജിമെയിലിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലൂടെ അല്ലെങ്കിൽ ഡ്രോ ബോക്സിലൂടെ അയക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ജിമെയിൽ എടുക്കുകയാണെങ്കിൽ ജിമെയിലിൽ മാക്സിമം 25 MB വരെ ഫയലുകൾ അയക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയലുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫയലുകളാണെങ്കിൽ ഏകദേശം 25 MB അതിന് മേളിലായിരിക്കും അതിൻ്റെ ഫയൽ സൈസ് വരിക. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മുടെ ഫയലുകൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. ശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, കുറച്ച് പ്രോസസ്സിംഗ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഇവിടെയുള്ള ലിങ്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതിനുശേഷം ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ഡ്രോ ബോക്സും സെയിം രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോരാത്തതിന് ഇതിന് സൈനപ്പ് എല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ പാസ്വേഡ് എല്ലാം അടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് 3, 4, 5 മാക്സിമം 5 ക്ലിക്കിലൂടെ ലോകത്തുള്ള ഏതൊരാൾക്കും നമ്മുടെ ഫയലുകൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതിന് നമ്മൾ പ്രത്യേകിച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ട കാര്യമോ പ്രത്യേകിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമോ പൈസ അടയ്ക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള എന്ത് തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും ഫയലുകളും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതും ഒരു ആപ്ലിക്കേഷനെയും സഹായമില്ലാതെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏത് ഡിവൈസിലും എല്ലാ ഡിവൈസിലും ഇത് കോമ്പാക്റ്റബിൾ ആണ്. ഐഫോൺ, ആൻഡ്രോയിഡ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഫോണിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ ചെയ്യുന്നു. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഒക്കെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. ശേഷം വി ട്രാൻസ്ഫർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. വി ട്രാൻസ്ഫർ എന്ന് സെർച്ച് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. വളരെ സിമ്പിളായ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലോഗിൻ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ആദ്യം തന്നെ ആഡ് യുവർ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫയൽ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഫയൽ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. ശേഷം ഇവിടെ ഇമെയിൽ ടു അതുപോലെ തന്നെ യുവർ ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെയിൽ ID-യിലേക്കാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരാളുടെ ഇമെയിൽ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ അയച്ചു കൊടുക്കേണ്ട നമ്മുടെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കേണ്ട ആളുടെ ഇമെയിൽ അഡ്രസ് അടിച്ചു. ശേഷം തൊട്ട് താഴെ യുവർ ഇമെയിൽ അഡ്രസ് ഉണ്ട്. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇമെയിൽ അഡ്രസ് അടിച്ചു കൊടുത്തു. ഇനി തൊട്ട് താഴെ മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ ക്യാപ്ഷനോ ആ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയി എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഫയൽ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ഫയലിന്റെ സൈസ് അനുസരിച്ചിരിക്കും ഇതിന്റെ സ്പീഡും വരുന്നത്. ഞാനിപ്പോൾ ഇത് തൽക്കാലം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മെയിലായിട്ടും നമുക്ക് ഫയൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി തൊട്ട് താഴെ ഇവിടെ ഒരു മെസ്സേജിന്റെ ഒരു ഐക്കൺ കാണാം, 3 ഡോട്ട് കാണാം. അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇമെയിൽ ആയിട്ടായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ തൊട്ടുപുറത്തായി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആരുടെയും മെയിൽ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് മെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ലിങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ ഇതാ ഫയൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വേണ്ട മെസ്സേജും ടൈപ്പ് ചെയ്യുക. ശേഷം ട്രാൻസ്ഫർ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാം, യു ആർ ഡൺ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണാം. തൊട്ട് താഴെ നമ്മുടെ ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്കാണ് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതവിടെ ഇങ്ങനെ റെഡി വെൻ യു ആർ, നമ്മുടെ ഫയൽ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനകം അവർ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം. 7 ദിവസത്തിന് ശേഷം അവർക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഈ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ സെർവറിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ ഒരു ഫയൽ ഡിലീറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് 7 ദിവസം മാത്രമേ ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. ആ 7 ദിവസത്തിനകം അവർ നമ്മൾ അയച്ചു കൊടുത്ത ഫയൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ
ഈ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് മെയിൽ വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ എൻ്റെ ഇൻബോക്സിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്, വി ട്രാൻസ്ഫറിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. ശേഷം തൊട്ട് താഴെ ഗെറ്റ് യുവർ ഫയൽസ് എന്ന് കാണാം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡൗൺലോഡ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ആ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെയായിരിക്കും വരിക. അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് അറ്റ് എ ടൈം അല്ലെങ്കിൽ ഒരു സമയത്ത് 2 GB ഫയൽ മാത്രമേ അയക്കാൻ പറ്റുകയുള്ളൂ. അതായത് 2 GB മുകളിലുള്ള ഫയലുകൾ നമുക്ക് അയക്കാൻ സാധിക്കത്തില്ല. ഇനി അതിനും നമുക്ക് വഴികളുണ്ട്, അതിൽ കൂടുതലായിട്ട് അയക്കാൻ സാധിക്കും. അതായത് മാക്സിമം 20 GB വരെ നമുക്ക് അയക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ പ്ലസ് മെമ്പർഷിപ്പ് എടുക്കേണ്ടതുണ്ട്. അതായത് വി ട്രാൻസ്ഫർ പ്ലസ് മെമ്പർഷിപ്പ് എടുക്കണം. പ്ലസ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 GB വരെയുള്ള ഫയൽ അയക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഡേ ലിമിറ്റ് ഇല്ല, അതായത് നമുക്ക് ഒരു ഫയൽ അയച്ചു കൊടുത്ത് എത്ര ദിവസം വേണമെങ്കിലും അതവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും, എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫയലിന് നമുക്ക് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ അവർ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം, ഇമേജസ് സെറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലസ് മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്നതാണ്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷനും ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനെക്കാട്ടും വളരെ എളുപ്പത്തിൽ എനിക്ക് തോന്നിയത് ഈ ഒരു ബ്രൗസർ വഴി അല്ലെങ്കിൽ മൊബൈൽ ബ്രൗസർ വഴി ഉപയോഗിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.